ഓക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ കംപ്ലീറ്റ് ഗൈഡാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം കംപ്ലീറ്റ് ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് തിയറിയുടെ കംപ്ലീറ്റ് ലോജിക്ക് പഠിപ്പിക്കും, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പഠിപ്പിക്കും, അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റും പഠിപ്പിക്കും. പിന്നെ കുറച്ച് ബോണസ് ടിപ്പും ഉണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം ആദ്യം നമ്മൾ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ടോപ്പിക്ക് ആദ്യം പഠിപ്പിച്ചു തരാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെന്റ് തിയറിയുടെ കംപ്ലീറ്റ് ലോജിക്കാണ്. അപ്പം നമുക്ക് ആദ്യം ലോജിക്കിലേക്ക് പോവാം. ഓക്കെ. ലോജിക്കിലേക്ക് പോകുന്നതിനുപുറം എനിക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ആദ്യം തന്നെ പഠിപ്പിക്കാനുണ്ട്. അപ്പൊ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാഡിൽ എന്താണെന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക 90% ആൾക്കാർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ഞാൻ പറഞ്ഞു തരുവാണ്. സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിഫ്റ്റി നിൽക്കുന്നത് ഒരു 22,400 എന്ന് പറയുന്ന റേഞ്ചിലാണെന്ന് വിചാരിക്കുക. അപ്പം 22,400ന്റെ കോളിനെ പുട്ടിനെ അതിനെയാണ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. അതായത് ആ സെയിം വാല്യൂവിലുള്ള കോളിനെ പുട്ടിനെയാണ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട് പ്രസന്റേഷനിൽ. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് സ്ട്രാഡിൽ വാല്യൂ എന്താന്നുള്ളതാണ്. വാട്ട് ഈസ് സ്ട്രാഡിൽ വാല്യൂ എന്നുള്ളതാണ്. അപ്പം സ്ട്രാഡിൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കേസിൽ 22,400ന്റെ കോളും പുട്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതായത് 270 ആണ് ഇതിന്റെ കമ്പൈൻഡ് പ്രീമിയം ഈ സ്ട്രാഡിലിന്റെ. അപ്പൊ ഈ കമ്പൈൻഡ് പ്രീമിയത്തിനെയാണ് സ്ട്രാഡിൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കിനി അഡ്ജസ്റ്റ്മെന്റ് തിയറിയുടെ ലോജിക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു വൈറ്റ് ബോർഡിൽ ഞാൻ പോയി കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഈ ഒരു പ്രസന്റേഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് തിയറിയുടെ കംപ്ലീറ്റ് ലോജിക്ക് എന്തായാലും മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ഗ്രാഫ് വെച്ച് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു എക്സാമ്പിളിൽ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതെല്ലാം നടക്കുന്നത് എക്സ്പയറി ഡേ ഉള്ള ദിവസമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ കാര്യം നടക്കുന്ന സമയത്ത് ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് 2:30 to 3:30 ആ ഒരു സമയത്താണ്. അപ്പം അത് ആദ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. എക്സാമ്പിളിൽ നിഫ്റ്റി നിൽക്കുന്നത് ആദ്യം നിൽക്കുന്നത് 22,400 എന്ന് പറയുന്ന റേഞ്ചിലാട്ടോ ആദ്യം. അതായത് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്ട്രാഡിലാട്ടോ, നിഫ്റ്റിയുടെ സ്ട്രാഡിൽ. അതായത് നിഫ്റ്റിയുടെ 22,400ന്റെ കോളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപ. അതേപോലെ തന്നെ 22,400ന്റെ പുട്ടിന്റെ വില എന്ന് പറയുന്നത് അതും 10 രൂപ. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം ഇനി മാർക്കറ്റ് അവിടുന്ന് ഒന്ന് മുകളിലേക്ക് കയറി. അതായത് അവിടുന്ന് ഈ ഒരു നിന്ന ഒരു പൊസിഷനിൽ നിന്ന് മാർക്കറ്റിന്റെ അത് ഒരു മൂവ്മെന്റ് വന്ന് മുകളിലേക്ക് കയറി. അതായത് പ്രീമിയം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി തുടങ്ങുന്നത്. എങ്ങനെയാണ് ഈ ഒരു വാല്യൂസിനെ സീറോയിലേക്ക് മാർക്കറ്റ് കൊണ്ടുപോകുന്നതെന്നാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് തിയറിയുടെ ലോജിക് ആയിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം ഈ വാല്യൂ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഈ 10 രൂപയുടെ പ്രീമിയം ഉണ്ടായിരുന്ന ഈ ഒരു വാല്യൂ നേരെ എന്തായി? 14ലേക്ക് മാറി. അതായത് അതിന്റെ അകത്തേക്ക് 4 രൂപയും കൂടെ കൂടി വില. അതേ സമയത്ത് ഈ 10 രൂപ ഉണ്ടായിരുന്ന പുട്ടിന്റെ വാല്യൂവിന് എന്ത് സംഭവിച്ചു? അത് 6 ആയിട്ട് കുറഞ്ഞു പോയി. 10ന്ന് 6 ആയിട്ട് കുറഞ്ഞു പോയി. ഓക്കെ. അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതെ. അതേ സമയത്ത് പിന്നെ ആ ഒരു മാർക്കറ്റിന്റെ അത് പിന്നെയും അഡ്ജസ്റ്റ്മെന്റ് തിയറി എന്ന് പറയുമ്പോൾ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ഈ ഒരു രീതിയിലാണ് മാർക്കറ്റിൽ മൂവ്മെന്റ് വരുന്നത് 2:30 to 3:30 ആ ഒരു സമയത്ത്. അപ്പം അതിനുശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു? ഈ 14 എന്ന് പറയുന്ന പ്രീമിയത്തിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു. താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോളിന്റെ വില എന്തായി? 8, 8.5, അതേസമയം 8, ഒരു 5 ആ ഒരു റേഞ്ചിലൊക്കെ ആയി കാണും. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രമേ കണക്കാക്കാവുള്ളൂ. 8, 5, 8.5 അല്ലെങ്കിൽ ഒരു 5 ആ ഒരു റേഞ്ചിന്റെ അടുത്ത് ആയി. അതേ സമയത്ത് ഈ 6 രൂപ ഉണ്ടായിരുന്ന പുട്ടിന് എന്ത് സംഭവിച്ചു? ആ സ്ഥലത്ത് ഇത് 11 ആയിട്ട് മാറി. ഓക്കെ. 6 രൂപ ഉണ്ടായിരുന്ന പുട്ട് ഇത് 11 ആയി മാറി. അതേ സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു? 14 രൂപ ഉണ്ടായിരുന്ന സാധനം 8, 8.5, 5 ആ ഒരു റേഞ്ചിലേക്കായി. ഇതിനെയാണ് DK എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിലൂടെ മാത്രമേ ഓപ്ഷൻസിന്റെ പ്രീമിയത്തിനെ എക്സ്പയറി ഡേറ്റ് അന്ന് മാർക്കറ്റിന് മെൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈവ്, നിങ്ങൾ ആ ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെൻസസിന്റെ അത് നമ്മൾ, അതായത് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും പോയി പുട്ട് വാങ്ങുന്നു, താഴേക്ക് പോകുമ്പോഴത്തേക്കും പോയി കോൾ വാങ്ങുന്നു. അപ്പോൾ ഇത്രയും മാത്രമേ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇതിന്റെ അകത്തൊന്നും മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിന്റെ പിന്നിൽ ഇത്രയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് പ്രീമിയത്തിനെ സീറോയിലേക്ക് കൊണ്ടുപോകാനായിട്ട് മാർക്കറ്റിന് ഈ ഒരു ഓപ്ഷൻ അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ് തിയറി എന്ന് പറയുന്ന മെത്തേഡ് എന്നൊക്കെ എക്സ്പയറി ഉണ്ടോ അന്നൊക്കെ അത്
മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പ്രീമിയത്തിനെ മെൽറ്റ് ചെയ്യുന്നത്. ആദ്യം ഇവിടെ 14 രൂപ ഉണ്ടായിരുന്ന സാധനത്തിന് പിന്നെ അത് താഴേക്ക് പോയപ്പോൾ ആ ഒരു സെയിം സാധനത്തിന് 8.5 ആ ഒരു റേഞ്ചിലേക്ക് വന്നു. ആ ഒരു പ്രീമിയത്തിനുണ്ടായ ലോസ് കണ്ടോ? ഇങ്ങനെയാണ് പ്രീമിയത്തിന് സീറോയിലേക്ക് കൊണ്ടുവന്നത്. ഇതിനെയാണ് DK എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഒന്നും കൂടി ആ ഗ്രാഫ് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 22,400 ആ ഒരു മാർക്കറ്റിൽ നിന്നിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സ്ട്രാഡിന്റെ വാല്യൂ, കോളിന്റെ വാല്യൂ 10, പുട്ടിന്റെ വാല്യൂ 10 ആയിരുന്നു. അതേ സമയത്ത് ഒരു മൂവ്മെന്റ് 2:30ക്ക് ശേഷം മൂവ്മെന്റ് വന്ന് മുകളിലേക്ക് കയറിയപ്പം കോളിന്റെ വാല്യൂ 14 ആയി. അതേസമയം പുട്ടിന്റെ വാല്യൂ എന്തായി? 6 ആയി. ഓക്കെ, അതിനുശേഷം ഈ ഒരു 14 നിന്ന പ്രീമിയം മാർക്കറ്റ് താഴേക്ക് വന്നപ്പം ആ ഒരു വോളറ്റിലിറ്റി പോലെ ആ ഒരു അപ്പ് ഡൗൺ ആ ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ആ 14 എന്നുള്ള വാല്യൂ 8.5 ആ ഒരു റേഞ്ചിലേക്ക് എത്തി. അതേസമയം ഈ 6 രൂപ ഉണ്ടായിരുന്ന പ്രീമിയത്തിന് എന്ത് സംഭവിച്ചു? അത് 11 ആ ഒരു റേഞ്ചിലേക്ക് വന്നു. ഓക്കെ, അപ്പം ഇതാണ് ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് തിയറി. അപ്പം ഇനി ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുമ്പോൾ DK സംഭവിച്ചാണ് ഇത് ഔട്ട് ഓഫ് ദ മണി കോളും പുട്ടും സീറോയിലേക്ക് പോകുന്നത്. ഓക്കെ, സീറോയിലേക്ക് പോകുന്നത്. അല്ലാണ്ട് മാർക്കറ്റിന് ഒരു രീതിയിലും ഈ പ്രീമിയത്തിനെ ഒറ്റയടിക്ക് സീറോയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു രീതി മാത്രമേ മാർക്കറ്റിന്റെ അകത്ത് എക്സ്പയറി ഡേറ്റ് അന്ന് പ്രീമിയത്തിനെ സീറോയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ലോജിക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും അത് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെന്റ് തിയറി ആരാണ് കണ്ടുപിടിച്ചതെന്നുള്ളതാണ്. അപ്പം അഡ്ജസ്റ്റ്മെന്റ് തിയറി കണ്ടുപിടിച്ചത് ഒരു ഹിന്ദി യൂട്യൂബറാണ്, ഗ്രേറ്റ് ലേക്ക് ബാൽ എന്ന് പറഞ്ഞൊരു ഹിന്ദി യൂട്യൂബറാണ്. അപ്പം പുള്ളിയുടെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോസ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പം അത് ചെക്കൗട്ട് ചെയ്യുക. അപ്പം നമ്മൾ തന്നെ ഈ ചാനലിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് തിയറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലൈവ് ട്രേഡ് എടുക്കുന്ന വീഡിയോയും അതോടൊപ്പം തന്നെ അഡ്ജസ്റ്റ്മെന്റ് തിയറിയുടെ വാച്ച് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതുകൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് കിടക്കുകയാണ്. അഡ്വാൻറ്റേജസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് തിയറി. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് തിയറി കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ചർച്ച ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ടെക്നിക്കൽ നോളജോ, അതായത് ടെക്നിക്കൽ നോളജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും പല പാറ്റേണും പല ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേണും അതും ഇതും കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ. നമുക്ക് ആകെപ്പാടെ വേണ്ടത് പ്രീമിയത്തിന്റെ പുറത്തുള്ള ഒരു നോളജ് ആണ്. അപ്പം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ടു മാനേജ് റിസ്ക്. അതായത് നമുക്ക് പ്രീമിയം വളരെ ചെറുതായതുകൊണ്ട് തന്നെ ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്ത് തന്നെ ഇതിന്റെ അകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിത് 1 to 2% ഒക്കെ ഒരു അക്കൗണ്ട് സൈസിന്റെ അകത്ത് റിസ്ക് വെച്ചാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ട്രേഡും കിട്ടും, നല്ല വിന്നിംഗ് റേറ്റും കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് നന്നായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഇവിടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് വെരി ഗുഡ് ട്രേഡിംഗ് മെത്തേഡ് ഫോർ ട്രേഡേഴ്സ് വിത്ത് സ്മോളർ ക്യാപിറ്റൽ സൈസ്. അതായത് ചെറിയ ക്യാപിറ്റലുള്ള ആൾക്കാർക്ക് തന്നെ ഈ ഒരു മെത്തേഡ് വളരെ നല്ലതാണ്. അപ്പം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിൽസോ സിസ്റ്റമോ ഒന്നും വേണ്ട. ആകെപ്പാടെ വേണ്ടത് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രോക്കറും പിന്നെ കുറച്ച് പ്രീമിയത്തിന്റെ കുറച്ചുള്ള നോളജും. നമുക്ക് ഒരു 100% ROI അല്ലെങ്കിൽ 200% ROI ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ ഒരു ട്രേഡിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതും വിത്തിൻ മിനിറ്റ്സ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിന്റെ മുന്നിൽ ഒരു ദിവസം ഫുൾ ഇരിക്കുകയൊന്നും വേണ്ട. നമുക്ക് ആകെപ്പാടെ 2:30 to 3:30 ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ തന്നെ 2:40 തൊട്ട് ഒരു 2:20 വരെ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ട്രേഡും കിട്ടും. നമുക്ക് ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ വെരി എഫക്റ്റീവ് മെത്തേഡ് ഫോർ ഗ്രോയിങ് യുവർ അക്കൗണ്ട്. അതായത് അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ എപ്പോഴും 1:2 നമ്മൾ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, അതായത് നമ്മളിപ്പോൾ ഒരു പ്രീമിയം വാങ്ങുമെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ആയിട്ട് ഞാൻ 10 രൂപ വിലയുള്ള ഒരു പ്രീമിയം വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ടാർഗറ്റ് ചെയ്യുന്നത് 20, 25, 30 വല്ലതും ആയിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് സിസ്റ്റം സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് 5 രൂപ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ROI എന്ന് പറയുമ്പോൾ ROI അല്ല, റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും 1:2 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ യു ക്യാൻ മേക്ക് ഗുഡ് ട്രേഡ്സ് ഈവൻ വെൻ ദ മാർക്കറ്റ് ഈസ് ഇൻ എ
മൂവിങ് സൈഡ് വേസ്. അതായത് സൈഡ് വേസ് മാർക്കറ്റിൽ പോലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തിയറി യൂസ് ചെയ്ത് ട്രേഡ് ചെയ്ത് 100% ROI 200% ROI ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതൊക്കെ മുന്നിലേക്ക് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ലൈവ് ആയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇനി മുമ്പ് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസിലേക്ക് കടക്കാം. ഏതൊരു മെത്തേഡിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം അഡ്ജസ്റ്റ്മെന്റ് തിയറിയിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് തിയറിയിലെ ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇൻ അഡ്ജസ്റ്റ്മെന്റ് തിയറി എക്സിക്യൂഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ മാനുവൽ ആയിട്ടാണ് ഓർഡർ പഞ്ച് ചെയ്യുന്നതും മാനുവൽ ആയിട്ടാണ് എക്സിറ്റ് ചെയ്യുന്നതും. അപ്പം നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അതായത് ഇപ്പം നമ്മൾ ബ്രാക്കറ്റ് എന്താ പറയാ ബാസ്ക്കറ്റ് ഓർഡർ ഇട്ടിട്ട് സ്ട്രൈക്ക് ഒന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്യുന്നതിന് പകരം സെല്ല് ചെയ്തു, അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്ക് പോലും നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് മൊത്തത്തിൽ പോകാനുള്ള കാരണമാവും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാരണം കൊണ്ട് തന്നെ ലോസിലേക്ക് പോകാനുള്ള കാരണമുണ്ട്. അപ്പം പൊസിഷൻ സൈസിങ് ഒക്കെ അതിനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ ഇതൊരു നല്ല പണി കിട്ടുന്ന കേസ് തന്നെയാണ്. അപ്പം അടുത്തെന്ന് പറയുമ്പം വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അതായത് ഇപ്പം നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ ഇതിനു മുമ്പ് ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പം ചെറിയ പ്രീമിയം തന്നെ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. മാർക്കറ്റ് വയലന്റ് ആണെന്നുണ്ടെങ്കിൽ, വയലന്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നല്ല മൊമെന്റം ഉള്ള മാർക്കറ്റിൽ നല്ല മൂവ്മെന്റ് വരും. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാണ്ടൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ മാനുവൽ ആയിട്ട് എക്സിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമുക്ക് എക്സിറ്റ് ചെയ്യാൻ കിട്ടുന്ന സമയത്തിന് ഇപ്പുറം തന്നെ ആ പ്രീമിയം ഒക്കെ മെൽറ്റ് ആയി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം അതെപ്പോഴും കൺസിഡർ ചെയ്യുക. പിന്നെ സ്ലിപ്പേജ് ഇഷ്യൂ. അപ്പോൾ കഴിഞ്ഞ ലൈവ് ട്രേഡിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ലൈവായിട്ട് ഈ സ്ലിപ്പേജ് ഇഷ്യൂ വന്നിട്ടുണ്ട്. നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ലെവലിൽ നിന്ന് ചെറിയ രീതിയിൽ തന്നെ ഒന്ന് മാറുമ്പോൾ, അതായത് ഇപ്പം ചെറിയ പൈസകൾ മാറും, അതായത് ഒരു 5 പൈസ 10 പൈസയൊക്കെ സാധാരണ ഒരു ട്രേഡിൽ മാറുമ്പോൾ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ സ്ലിപ്പേജ് ഇഷ്യൂ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് എക്സിക്യൂഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എക്സിക്യൂഷനിലൂടെയാണ് അതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ടെക്നിക്കൽ ഗ്ലിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്ക് നെറ്റിൽ എന്തെങ്കിലും പ്രശ്നം വരാം, അത് നമ്മുടെ കയ്യിലല്ലേ പോലും നമുക്കത് അതെല്ലാം നമുക്ക് ലോസ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ടെക്നിക്കൽ ഗ്ലിച്ച് വരുന്നതാണ്, നമുക്കിപ്പോൾ നെറ്റ് പോവാം, അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ഫോണൊക്കെ ഒന്ന് ഹാങ് ആയിന്നൊക്കെ വരാം. അപ്പോഴൊക്കെ അതൊക്കെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മാനുവൽ ആയിട്ടാണ് ട്രേഡ് എടുക്കുന്നതും മാനുവൽ ആയിട്ടാണ് എക്സിറ്റ് ചെയ്യുന്നതും. പിന്നെ ലിക്വിഡിറ്റി പ്രോബ്ലം മേ ഒക്കർ. ഇത് പണ്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, ഇപ്പോൾ അങ്ങനെ കണ്ടുവരുന്നില്ല ഈ ലിക്വിഡിറ്റി പ്രോബ്ലം. പണ്ട് മിഡ് ക്യാപ് നിഫ്റ്റിയിലൊക്കെ ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ എക്സ്പയറിയിൽ അത്യാവശ്യം നല്ല വോളിയം തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഒരു വലിയ കാര്യമായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നുന്നില്ല. ഓക്കെ ഓക്കെ പിന്നെ ഇതിൻ്റെ അകത്ത് എഴുതാത്തൊരു ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ട് അഡ്ജസ്റ്റ്മെന്റ് തിയറിക്ക്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡ് എടുക്കുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും എല്ലാം ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പം സാധാരണ ഇപ്പം ഞാൻ പ്രോ ട്രേഡേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രോക്കറിനെ ക്ലോസ് ചെയ്ത് വരെ കളയണമെന്ന്, പ്രോഫിറ്റും ലോസും കാണാൻ പാടില്ലെന്ന്. പക്ഷേ ആ ഒരു കേസിലേക്ക് വരുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എക്സിക്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മളാണ് ആ ഒരു ബ്രോക്കറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പം നമുക്ക് തീരുമാനിക്കാം നമുക്ക് പ്രീമിയത്തിന്റെ മൂവ്മെന്റ് കാണണോ അതോ നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് കാണണോ എന്നുള്ളത്. അപ്പം നമ്മൾ ഈ പ്രോഫിറ്റ് ഓർ ലോസ് കാണുന്നതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് ലോസ് വന്നു കഴിയുമ്പോൾ നമ്മളത് സിസ്റ്റം സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളത് എക്സിറ്റ് ചെയ്യാണ്ട് പിടിച്ചോണ്ടിരിക്കും, തിരിച്ച് കയറും എന്നുള്ള രീതിയിൽ. അത് ഒന്നാമത്തെ പ്രശ്നം. ഇതൊക്കെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ അത്യാവശ്യം ഒരു 100% ROI, അപ്പം ഈ ഒരു ട്രേഡ് ഇനി മേളിലേക്ക് പോകാൻ എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ഇല്ലേ പോലും നമ്മൾ ഗ്രീഡ് കാരണം ആ ഒരു സെയിം ട്രേഡ് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് രണ്ടിനും കാരണം നമ്മൾ ഈ ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോം നമ്മൾ തന്നെ എപ്പോഴും കാണുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അതിന് നമുക്ക് എക്സ്പീരിയൻസിലൂടെ മാത്രമേ അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതും ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് പറയുവാണെങ്കിൽ. അപ്പം ഇതാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അഡ്ജസ്റ്റ്മെന്റ് തിയറിയുടെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവാം, റിസ്ക് മാനേജ്മെന്റിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ വീഡിയോ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ലൈഡിലേക്ക് വന്നിരിക്കുകയാണ്, റിസ്ക് മാനേജ്മെന്റ്. അപ്പം ഇവിടെ നിങ്ങൾ കുറച്ച് അധികം അറ്റൻഷൻ തരണം. റിസ്ക് മാനേജ്മെന്റ് ഇല്ലാണ്ട് ഈ മെത്തേഡിൽ നല്ലത് ഏതൊരു മെത്തേഡിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് സക്സസ് ആവാൻ വേണ്ടി പറ്റത്തില്ല. അത് എന്നോടല്ല, നിങ്ങൾ ആരോട് ചോദിച്ചാലും അത് തന്നെയായിരിക്കും അവർക്കെല്ലാം പറയാനുള്ളത്. അപ്പം ഈ ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നതായിട്ടുള്ള മണി മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റും ഇല്ലാണ്ട് ഒരിക്കലും സക്സസ് ആവാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് ഇസ് എ ഗെയിം ഓഫ് പ്രോബബിലിറ്റി. നിങ്ങളെപ്പോഴും പ്രോബബിലിസ്റ്റിക്കലി ചിന്തിക്കണം. അതായത് നമ്മളിപ്പം ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്യാന്ന് വിചാരിക്കാം.
അതിൻ്റെ അത് ഹെഡ് വന്നാൽ ഞാൻ ബൈ ചെയ്യും, ടെയിൽ വന്നാൽ ഞാൻ സെല് ചെയ്യും. അങ്ങനെയുള്ളൊരു 50-50 ആക്യുറസി ഉള്ള സിസ്റ്റത്തിൽ പോലും നമ്മൾ 1:2 നമ്മൾ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മളൊരു പ്രോഫിറ്റിൽ എൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു ബ്രേക്ക് ഈവനിൽ എൻഡ് ചെയ്യും. ബ്രേക്ക് ഈവനിൽ എൻഡ് ചെയ്യും എന്ന് പറയാൻ കാരണം നമുക്ക് ഈ ബ്രോക്കറേജും ചാർജസും ടാക്സും ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ കൺസിഡർ ചെയ്താണ് ബ്രേക്ക് ഈവനിൽ എൻഡ് ചെയ്യും എന്ന് പറയുന്നത്. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും അങ്ങനെ 50% ഉള്ള ഒരു സിസ്റ്റത്തിൽ പോലും നമുക്ക് ഈ പ്രോബബിലിസ്റ്റിക്കലി ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ പോലും നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത് വളരെ വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പം അത് മനസ്സിലാക്കുക. ട്രേഡിങ്ങിൽ എപ്പോഴും പ്രോബബിലിസ്റ്റിക്കലി ചിന്തിക്കുക. അല്ലാണ്ട് ഇന്നൊരു പ്രത്യേക ക്യാപിറ്റൽ ബൈ ചെയ്യുന്നു, നാളെ വേറെ ക്യാപിറ്റൽ ബൈ ചെയ്യുന്നു, അങ്ങനെയൊന്നും ചെയ്യില്ല. എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടൊരു പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്യുക. ഓക്കെ ഈ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഉണ്ട്, എന്നാലും ഒരു പ്രോബബിലിറ്റി ഉണ്ട് ആ ഒരു നമ്മൾ വാങ്ങിച്ച സാധനം എൻറ്റയർ ആയിട്ട് സീറോയിലേക്ക് പോകാനായിട്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന പ്രീമിയത്തിന് ഒന്നാമത് ഭയങ്കര വില കുറവാണ്. വില കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മോശമാണെന്നോ അത് നല്ലതാണെന്നോ അല്ല. വില കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി അത്രയും കുറവാണെന്നാണ് അതിന്റെ ഉള്ള മീനിങ്. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളൊരു 10 രൂപയ്ക്ക് ഒരു ഓപ്ഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് എക്സിറ്റ് ചെയ്യാനുള്ള സമയത്തിന് ഇപ്പം തന്നെ അത് സീറോയിലേക്കൊക്കെ പോയി വരും. അതൊരു ബേസ് കേസ് സിനോറിയാണ്, എങ്കിൽ പോലും നമ്മൾ അതിന് വേണ്ടി തയ്യാറായിട്ടിരിക്കണം. അപ്പം ആ രീതി വേണം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് തിയറിക്ക് വേണ്ടി പൊസിഷൻ സൈസ് ചെയ്യുമ്പോൾ പൊസിഷൻ എടുക്കാനായിട്ട്. ഓക്കെ, മണി മാനേജ്മെന്റും പൊസിഷൻ സൈസിങ്ങും ഇല്ലാണ്ട് ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൽ ഒരിക്കലും ലോങ് റണ്ണിൽ സക്സസ് ആവാൻ വേണ്ടി പറ്റത്തില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും മണി മാനേജ്മെന്റും പൊസിഷൻ സൈസിങ്ങും ഇല്ലാണ്ട് ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം അതെപ്പോഴും കൺസിഡർ ചെയ്യണം. ഓക്കെ, ദർ ഈസ് നോ ഹോളി ഗ്രിൽ ഇൻ ദ മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ ഹോളി ഗ്രിൽ ഒന്നുമില്ല. അതായത് നിങ്ങൾക്കറിയാത്ത എന്തോ ഒരു കാര്യം മറ്റൊരാൾക്ക് അറിയുന്നോണ്ടല്ല അവർ പ്രോഫിറ്റബിൾ ആയിട്ടിരിക്കുന്നത്. അവര് ഡിസിപ്ലിൻഡ് ആണ്, നിങ്ങളെക്കാൾ കൂടുതൽ ഡിസിപ്ലിൻഡ് ആണ്. അവർ ഈ റിസ്ക് റിവാർഡും മണി മാനേജ്മെന്റും ചെയ്യുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസമുള്ളൂ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡർക്കും ഒരു ലോസ് മേക്ക് ചെയ്യുന്ന ഒരു ട്രേഡർക്കും. അപ്പം ഈ ഒരു ഒറ്റ കാര്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് ഒന്ന് ശരിക്ക് കയറ്റുവാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഡേ അല്ല അടുത്ത ക്വാർട്ടറിലെങ്കിലും നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും ചെയ്യുന്നത്. ഈ ഒരു കാര്യം മാത്രം കൺസിഡർ ചെയ്ത് റിസ്ക് റിവാർഡ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഡിസിപ്ലിനോട് കീപ്പ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഒരു വലിയ ട്രേഡ് കിട്ടും, ആ ഒരു വലിയ ട്രേഡിന് വേണ്ടി വലിയ ട്രേഡിന് ശേഷം ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആവും, അതൊന്നും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നുമല്ല. ഓൾവേസ് റിമെമ്പർ, നിങ്ങളിപ്പോൾ റോം നോക്കുവാണെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്തതല്ല, അത് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് റോം എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പം അതെപ്പോഴും മൈൻഡ് സെറ്റിൽ കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു വലിയ ട്രേഡ് കിട്ടും, ഇങ്ങനെ ഒരു ബിഗ് ട്രേഡ് മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ഗ്യാംബ്ലിംഗ് മൈൻഡ് സെറ്റ് ആണെന്നുള്ളത്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഒരാളെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നി. അപ്പം ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും കേട്ടിട്ടുണ്ടാവും, റിച്ചാർഡ് ഡെന്നസ്. അപ്പം ഈ പുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ $350 മില്യൺ ട്രേഡിംഗ് വഴി മേക്ക് ചെയ്തത്. അപ്പം നമ്മൾ വിചാരിക്കും നല്ല എന്താ പറയാ, അത്യാവശ്യം പ്രോ ട്രേഡർ തന്നെയാണ് എന്ന്. ഓക്കെ, ശരിയാ, പ്രോ ട്രേഡറാ. ഇദ്ദേഹത്തിന്റെ വിന്നിംഗ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ഉള്ളൂ. നിങ്ങൾ കേട്ട ശരിയാ, 5% ഇദ്ദേഹത്തിന്റെ വിന്നിംഗ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ പുള്ളി 100 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 95 ട്രേഡും ലോസ് ആയിരുന്നു. ആ 5 ട്രേഡ് മാത്രമേ പ്രോഫിറ്റിലുണ്ടായിരുന്നു. ആ 5 ട്രേഡിന്റെ പ്രോഫിറ്റ് മാത്രം ഉപയോഗിച്ച് ഈ 95 ട്രേഡിന്റെ ലോസും അതിന്റെ ചാർജും കവർ ചെയ്ത് ഈ പുള്ളി ഇത്രയും വലിയൊരു നിലയിലേക്ക് എത്തി. 80s ഈ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ടിരുന്നത് പ്രിൻസ് ഓഫ് ദ പിറ്റ് എന്നാണ്, അതായത് കുഴിയുടെ രാജാവെന്ന്. അപ്പം ഈ പുള്ളിനെ പറ്റി നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വലിയ മോട്ടിവേഷൻ ആയിരിക്കും തരുന്നത്. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് തിയറിക്ക് വേണ്ടിയിട്ട് മണി മാനേജ്മെന്റും പൊസിഷൻ സൈസിങ്ങും ചെയ്യുന്നതെന്നാണ് ഈ ഒരു സ്ലൈഡിൽ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇൻ ദ കേസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് തിയറി ഞാനാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ആ അക്കൗണ്ടിനകത്ത് ഒരു 3% തൊട്ട് 5% മാത്രമേ അതിൻ്റെ അകത്ത് ഡിപ്ലോയ് ചെയ്യുള്ളൂ. അപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞാൻ വാങ്ങിച്ച എൻ്റെ ഓപ്ഷൻസ് 0 ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് വരാൻ പോകുന്ന ലോസ് ഒന്നെങ്കിൽ 3% അല്ലെങ്കിൽ 5% മാക്സിമം വേസ്റ്റ് കേസ് സിനോരിയൽ 5% മാത്രമായിരിക്കും. അപ്പം അത്രയത്തിൽ എനിക്ക് റിസ്ക് ഒതുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആ ഒരു പൈസ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പം ഇപ്പൊ 6 മാസമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പം അത്യാവശ്യം അക്കൗണ്ട് വളർന്നു എന്ന് തോന്നി കഴിയുമ്പോൾ പിന്നീട് ഗ്രാജുവലി 30% വെച്ച് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ആ പൈസ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം
ഇന്ന് 3% പ്രോഫിറ്റ് കിട്ടി. അപ്പം നാളെ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 6% ആക്കാൻ പാടില്ല. നാളെ നമ്മുടെ റിസ്ക് 3% തന്നെയാണ്. അപ്പം 6 മാസം നിങ്ങൾക്ക് അങ്ങനെ പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30% ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കീപ്പ് ചെയ്യാം. പിന്നെ ഇന്ന് ഇപ്പോൾ ഒരു പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം തന്നെ ആ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യും. എന്നിട്ട് വീണ്ടും ആ ഒരു സെയിം എമൗണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ തന്നെ വെക്കും. ഇപ്പോൾ ലോസ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെയും ക്യാപിറ്റലിൽ നിന്ന് ആ ഒരു ഫണ്ട് തിരിച്ച് അന്നത്തെ ദിവസം തന്നെ ആഡ് ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ റിസ്ക് മാനേജ് ചെയ്യുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല മെത്തേഡ് തന്നെയാണ്. പിന്നെ എപ്പോഴും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതൊരു കാര്യമാണ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പം ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ട്രേഡ് എടുക്കുവാണ്. ആ ട്രേഡിന്റെ അകത്ത് പ്രീമിയം എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ എന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും 5 രൂപയായിരിക്കും. അതായത് 50% ഓഫ് ദ പ്രീമിയം. അതാണ് എന്റെ സ്റ്റോപ്പ് ലോസ്. അത്രയും സ്റ്റോപ്പ് ലോസ് എന്തുകൊണ്ടാണ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസാനത്തെ ഈ ഒരു നിമിഷത്തിൽ പ്രീമിയം നല്ല ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഇപ്പം വളരെ ചെറിയ 10%, 5% ഒക്കെ സ്റ്റോപ്പ് ലോസ് അതിന്റെ പുറത്ത് വെക്കാം, പ്രീമിയത്തിന്റെ പുറത്ത് വെക്കാനിരുന്ന അത് എന്തായാലും അടിച്ചിട്ട് പിന്നെ പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴും സിസ്റ്റം സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. അതും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതിനിപ്പുറം തന്നെ നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നതിനിപ്പുറം തന്നെ ഈ പ്രീമിയം സീറോയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞാൻ ഓവർ ട്രേഡ് ചെയ്തു, മങ്കി ട്രേഡിങ് ഒരു കേസിൽ ഞാൻ എന്തൊക്കെ മങ്കി ട്രേഡിങ് എന്തൊക്കെ കാണിച്ചാലും എനിക്ക് വരാൻ പോകുന്ന ലോസ് ഒരു ദിവസം 3% to 5% ആയിരിക്കും. അപ്പോൾ അതാണ് പൊസിഷൻ സൈസിങ്ങിന്റെ അഡ്വാൻറ്റേജ്. അതെപ്പോഴും നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പം ഈ ഒരു കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏതൊരു സ്ട്രാറ്റജിയിലാണെങ്കിൽ പോലും പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ടിപ്പ് ടു ഗെറ്റ് ബെറ്റർ റിട്ടേൺ ഫ്രം അഡ്ജസ്റ്റ്മെന്റ് തിയറിയാണ്. അതായത് അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ തന്നെ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ റിട്ടേൺ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ അവോയ്ഡ് ടേക്കിംഗ് ട്രേഡ് ഇൻ എ ലോ മൊമെന്റം മാർക്കറ്റ്. അതായത് അഡ്ജസ്റ്റ്മെന്റ് തിയറി നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത്, ഓപ്ഷൻ ബയേഴ്സ് എപ്പോഴും ശ്രമിക്കേണ്ടത്, അവർ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് മൊമെന്റം ആണ്. അല്ലാണ്ട് നമുക്ക് വേണ്ടത് ഒരു ട്രേഡ് 100 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100ഉം ഓടിച്ചെന്ന് പിടിക്കാനല്ല നമ്മൾ നോക്കണ്ടേ. നമുക്ക് വേണ്ടത് മൊമെന്റം ആണ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അവോയ്ഡ് ടേക്കിംഗ് ട്രേഡ്സ് ഇൻ എ ലോ മൊമെന്റം മാർക്കറ്റ്. അതെപ്പോഴും ശ്രദ്ധിക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് തിയറിക്ക് വേണ്ടിയിട്ട് സിസ്റ്റം സ്റ്റോപ്പ് ലോസ് ചൂസ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞു ഫാസ്റ്റ് ആയിട്ടാണ് ഓപ്ഷൻസിന്റെ പ്രീമിയം മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മാനുവലായിട്ട് എക്സിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എത്തിക്കഴിഞ്ഞാലും നമ്മൾ എക്സിറ്റ് ചെയ്തില്ല എന്ന് വരും. ചില സമയത്ത് നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല എന്ന് വരും. അപ്പം അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് സിസ്റ്റം സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് ടേക്കിംഗ് ട്രേഡ്സ് ആഫ്റ്റർ 3:20. അതായത് 3:20 ശേഷം ഒരു ട്രേഡും എടുക്കാണ്ടിരിക്കുക. അഡ്ജസ്റ്റ്മെന്റ് തിയറിയിലാണെ പോലും ഒരു ട്രേഡും തന്നെ എടുക്കാണ്ടിരിക്കുക. ഓക്കെ, എൻ്റെ നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയതായിട്ടാണ് അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ ഇപ്പം പ്രാക്ടീസ് ചെയ്യാനാണ്, അല്ലെ ഒന്ന് ചെയ്ത് നോക്കാനാണ്, അല്ലെ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ പുതിയതായിട്ട് ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ബാങ്ക് നിഫ്റ്റിയും സെൻസസും ഫോക്കസ് ചെയ്യുക. ഈ രണ്ട് ഇൻഡെക്സ് ആണ് നമുക്കുള്ളതിൽ ഏറ്റവും വോളറ്റൈൽ ആയിട്ടുള്ള ഇൻഡെക്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് ഇൻഡെക്സിനും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റിലേക്ക് വരാനും ആ പ്രോഫിറ്റ് നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും ടാർഗറ്റ് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു കാര്യം എപ്പോഴും മൈൻഡ് വെക്കുക. നിങ്ങൾ ഇപ്പം അഡ്ജസ്റ്റ്മെന്റ് തിയറി തന്നെ ട്രേഡ് ചെയ്യുവാണ്, ഇതിന് വിന്നിംഗ് റേറ്റ് കുറയുന്നു എന്ന് തോന്നിയാൽ പോലും നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയും സെൻസസിലും ട്രേഡ് ചെയ്ത് തുടങ്ങുക. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വിന്നിങ് കൂടി വരുന്നത് കാണാൻ പറ്റും. എൻ്റെ ഫൈനൽ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 3:30 ശേഷം മാർക്കറ്റ് ട്രെൻഡിങ് ആണെന്ന് തോന്നുവാണെങ്കിൽ അന്നത്തെ ദിവസം അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ ട്രേഡ് എടുക്കാണ്ടിരിക്കുക. ശേഷം മാർക്കറ്റ് ട്രെൻഡിങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് തിയറിയിൽ ട്രേഡ് എടുക്കാണ്ടിരിക്കുക. അപ്പം ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഷുവറാണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബെറ്റർ റിട്ടേൺസ് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ കിട്ടും. അപ്പം ഫോളോ ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ ചാനൽ പുതിയതാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു. ഓക്കെ, അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.